ഹായ് ഹലോ, ഞാൻ നിംസ്. നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. ഇന്ന് ഫുൾ മൂൺ ആണ്. മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സാധ്യമാകുന്ന ദിവസമാണ്. ഇന്ന് നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും നിങ്ങൾ മൂണിനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അഫർമേഷൻ ചെയ്യുകയാണെങ്കിൽ, അടുത്ത ഫുൾ മൂണിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം സാധ്യമാക്കും. ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഒത്തിരി പേര് ചെയ്തിട്ട് അവർക്ക് സാധ്യമായിട്ടുള്ള കാര്യമാണ്. റീഡിങ് തുടങ്ങുകയാണ്. ഒപ്പം തന്നെ എങ്ങനെയാണ് ഫുൾ മൂൺ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. കാർഡ് ഷഫിൾ ചെയ്യട്ടെ. ഇവിടെ ആദ്യത്തെ കാർഡ് 8 ഓഫ് പെന്റക്കിൾ റിവേഴ്സ് ആണ്. 10 ഓഫ് കപ്സ്, 7 ഓഫ് സോർഡ്സ്, പേജ് ഓഫ് പെന്റക്കിൾ, 5 ഓഫ് സോർഡ്സ് റിവേഴ്സ്, 2 of Pentacle, Knight of Pentacle reverse, 3 of Cups, 4 of Wands, Sun, 3 of Pentacle reverse, Page of Cups. ആദ്യത്തെ കാർഡ് 8 ഓഫ് പെന്റക്കിൾ റിവേഴ്സ് ആണ്. നിങ്ങളുടെ പേഴ്സണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. ഇവിടെ എക്സ്പീരിയൻസ് ഇൻ ലോസ് എന്നാണ് പറയുന്നത്. അവരുടെ കരിയറിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയെ കാണിക്കുന്നു. ഇന്ന് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. ഷോർട്ട് കട്ട് എടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രെയർ തന്നെയാണ് അവരെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നത്. ഇന്ന് ഫുൾ മൂൺ ആണ്. അഫർമേഷൻ ചെയ്യുക. നിങ്ങളുടെ പേഴ്സണ് മാറ്റം സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രെയർ തന്നെയാണ് അവരിലെ തെറ്റിനെ ഇവിടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. 10 ഓഫ് കപ്സ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ ഒരു ഫാമിലിയാണ് കാണിക്കുന്നത്, കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ കൈപിടിച്ചെത്തിക്കുകയാണ്. ഇവിടെ സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് പറയുന്നു. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നു. ഡിവൈൻ കണക്ഷൻ ആണെന്ന് തിരിച്ചറിയുന്ന നിങ്ങളുടെ പേഴ്സണെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ഈ ബന്ധം എവിടെയും എൻഡായി പോവില്ല കേട്ടോ. നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. 7 ഓഫ് സോർട്സ്, നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ്. ക്യുക്കായിട്ടും സൈലന്റ് ആയിട്ടും നിങ്ങളിൽ നിന്ന് മാറിപ്പോയ നിങ്ങളുടെ പേഴ്സന്റെ എനർജി തിരിച്ചറിവ് വന്നുകൊണ്ട് ഇന്ന് നിങ്ങളിലേക്ക് വരുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളെക്കാളും പ്രിഫറൻസ് കൊടുത്തിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവർ ചെയ്തിട്ടുള്ള തെറ്റിനെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. തിരിച്ചറിവ് വന്നുകൊണ്ട് മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ ഇവിടെ നല്ലതുപോലെ കാണിക്കുന്നുണ്ട്. ഇന്ന് തിരിച്ചറിവാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് അവരിലേക്ക് തിരിച്ചറിവ് കൊണ്ടുവന്നിട്ടുള്ളത്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. പേജ് ഓഫ് പെന്റക്കിൾ, നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും എത്തുന്നത്? മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ. ഇവിടെ നിങ്ങളാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടതെന്ന് യൂണിവേഴ്സ് പറയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളിലേക്ക് പുതിയ കരിയർ പാത്ത് കാണിക്കുന്നുണ്ട്, തുടക്കത്തെ കാണിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ഗുഡ് ന്യൂസ് വരാൻ പോകുകയാണ്. ന്യൂ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവരുടെ തിരിച്ചുവരവാണ് കാണിക്കുന്നത്. കൈനിറയ സമ്പാദ്യത്തോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവും യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നു.
5 ഓഫ് വാണ്ട്സ് റിവേഴ്സ് ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു. നിങ്ങളാണ് എപ്പോഴും അവരിലേക്ക് ചെന്നുകൊണ്ടിരുന്നത്. അവർ തെറ്റ് ചെയ്താലും നിങ്ങളാണ് എപ്പോഴും സോറി പറഞ്ഞുകൊണ്ട് അവരിലേക്ക് ചെന്നിരുന്നത്. ഇന്ന് നിങ്ങളും അവരും സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്റ്റിലാണെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് മാറി നിൽക്കുന്ന എനർജി ആയിട്ട് കാണിക്കുന്നു. അപ്പോൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് മാറ്റം സംഭവിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവരിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങളും അവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർ എത്ര കണ്ട് തെറ്റ് ചെയ്താലും അവരെന്താണ്, അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കാറ്. നിങ്ങളാണ് ചേസ് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങളുടെ വാല്യൂ അവർക്ക് തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് നോക്കിക്കൊണ്ട് പോകുമ്പോൾ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഇവിടെ കാണിക്കുന്നു. അവരെ നിങ്ങൾ അവോയ്ഡ് ചെയ്തു എന്നവർക്ക് മനസ്സിലാവാണ്. അപ്പോൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഇവിടെ അവർ തിരിച്ചു വരുന്നത്. ഒരു ബാലൻസ് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് 2 ഓഫ് പെന്റക്കിളിന്റെ എനർജി. നിങ്ങൾക്ക് ഒരു ബാലൻസ് തരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിലേക്ക് അവർ വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ഇക്വിലിബ്രിയമാണ് കാണിക്കുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ കാര്യത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കുകയാണ്. അത് നിങ്ങളിലേക്ക് സാധ്യമാകാണ്. ഇന്ന് നിങ്ങളുടെ മൂല്യം അവർ തിരിച്ചറിയണം. എപ്പോഴും ഒരാളുടെ പിന്നാലെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാലേ അത് തിരിച്ചറിയില്ല. ഇന്ന് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഇവിടെ മാറ്റം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് ഇനി പറ്റില്ല. ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾ റിവേഴ്സ് ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഓവറായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളത് അവരുടെ കരിയറിനും അവരുടെ പ്രശസ്തിക്കുമാണ്. റിച്ച് ലൈഫാണ് അവർ ആഗ്രഹിച്ചിട്ടുള്ളത്. സീക്കിംഗ് സ്റ്റാറ്റസ് എന്ന് പറയില്ലേ, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്. അവിടെ ഒരു ബാലൻസ് വേണമെന്നാണ് അവർ ആഗ്രഹിച്ചിട്ടുള്ളത്. എന്നാൽ യൂണിവേഴ്സ് അവരിലേക്ക് പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു സത്യം അവരെ അറിയിക്കുകയാണ്. ആരാണ് അവരുടെ കൂടെയുള്ളത്? സ്റ്റാറ്റസ് നോക്കിക്കൊണ്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് അവരുടെ കൂടെ ആരുമില്ല. അവരെ തിരിച്ചറിയാനായിട്ട് ആരുമില്ല. അവർ തനിച്ചായതുപോലെ ഫീൽ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട് അവർ പോയോ ആ കാര്യത്തിൽ അവർക്ക് തിരിച്ചടിയാണ് കിട്ടുന്നത്. സ്റ്റാറ്റസ് ഒക്കെ കിട്ടുന്നുണ്ടാവാം, പക്ഷേ എന്താണ്, സ്നേഹിക്കാനായിട്ട് ആളില്ല. നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് ഇന്ന് അവർ തിരിച്ചറിയുകയാണ്. ഇവിടെ നിങ്ങളുടെ എനർജിയാണ് 3 ഓഫ് കപ്സിന്റെ എനർജി. നിങ്ങൾ സന്തോഷിക്കുന്ന നിമിഷത്തെ ബിഫോർ ആൻഡ് ആഫ്റ്റർ 3 days എന്നാണ് പറയുന്നത്. സന്തോഷ നിമിഷത്തെ യൂണിവേഴ്സ് കാണിക്കുന്നു. നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് എൻജോയ് ചെയ്യാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കാണുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് 4 ഓഫ് വാണ്ട്സ് പറയുന്നത്. സെലിബ്രേഷൻ തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുടെ തിരിച്ചുവരവ്, നിങ്ങൾ ആഗ്രഹിച്ച പ്രോഗ്രസ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. സന്തോഷിക്കുകയാണ് നിങ്ങൾ. ഇന്ന് ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുന്നവർക്ക് അടുത്ത ഫുൾ മൂണിനുള്ളിൽ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പൂർണ്ണമായിട്ടുള്ള വിശ്വാസം മാത്രമാണ് ഇവിടെ ആവശ്യം. യൂണിവേഴ്സ് കൂടെയുണ്ട്, എന്നെ മുന്നോട്ട് നയിക്കാനായിട്ട് എൻ്റെ പ്രപഞ്ചമുണ്ട് എന്നുള്ള വിശ്വാസം മാത്രമാണ് ആവശ്യം. എല്ലാം നേടിത്തന്നതിന് യൂണിവേഴ്സിനോട് താങ്ക് യു എന്ന് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് വരാണ്. സൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത്, ഒരു കംപ്ലീഷൻ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം യെസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ റീഡിംഗ് കാണുന്ന നിമിഷം എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവാണോ, നിങ്ങളുടെ കരിയറാണോ, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള കൂടിച്ചേരലാണോ, എന്ത് തന്നെയായാലും യെസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ റീഡിംഗ് വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് തന്നെയാണ്. ഇവിടെ 3 ഓഫ് പെന്റക്കിൾ റിവേഴ്സ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. അവരുടെ സ്റ്റാറ്റസ് ഒക്കെ നോക്കിക്കൊണ്ടാണ് പോയിട്ടുള്ളത്. അവിടെ അവർക്ക് സംഭവിച്ചിട്ടുള്ളത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടില്ല എന്ന് പറയണില്ല, പക്ഷേ കുറച്ച് പേരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെ കാണിക്കുന്നുണ്ട്. അവർ ഹാപ്പി ഒന്നുമല്ല, അവിടെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് കാണിക്കുന്നത്. അവർക്ക് അവിടെ വലിയ പരിഗണനയൊന്നും കിട്ടുന്നില്ല. ഇന്ന് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയാണോ നിങ്ങളെയും അവരെയും വേർപിരിച്ചിട്ടുള്ളത് ആ വ്യക്തിയെ വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്.
ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. ആ ചിന്തകൾ ഇന്ന് അവർക്ക് മാറിയിട്ടുണ്ട്. നിങ്ങളാണ് പോസിറ്റീവായിട്ടുള്ള വ്യക്തി എന്നവർ തിരിച്ചറിയുന്നു. ഏത് വ്യക്തിയാണോ അവരെ നിങ്ങളിന്ന് മാറ്റിയിട്ടുള്ളത്, അവരുമായിട്ടുള്ള ഈഗോ ക്ലാഷ് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാണ്. ഇത് നിങ്ങളെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പേജ് ഓഫ് കപ്സ്. അവരുടെ ഇമോഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളെ ആസ് എ ഡ്രീമർ അവർ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട്. പകൽ സ്വപ്നം കാണുന്നുണ്ട്. ക്ലാസിക് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് അവരിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു ഡേ ഡ്രീമറെയാണ് കാണിച്ചു തരുന്നത്. ഈ റീഡിങ് കാണുന്ന നിമിഷം തന്നെ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ്. അവർ ചെയ്തിട്ടുള്ള തെറ്റ് തന്നെയാണ് നിങ്ങളും അവരും സെപ്പറേഷനിൽ വരാൻ കാരണമെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഇന്ന് ഒരുപാട് ഐഡിയാസ് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, എന്താണ് അടുത്ത് സംഭവിക്കുക? എന്റെ പേഴ്സൺ എന്നെ സ്വീകരിക്കുമോ? ഞാൻ തെറ്റ് ചെയ്തു. അവര് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റത്തെ അവർ തിരിച്ചറിയാണ്. നിങ്ങളും അവരും സെപ്പറേഷനിലായ പോലെയല്ല ഇപ്പോൾ നിങ്ങൾ. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ ഒത്തിരി പ്രോഗ്രസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതവർ തിരിച്ചറിയുന്നുണ്ട്. ഈ റീഡിങ് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ഈ റീഡിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം, ഇല്ല വെച്ചാൽ വിട്ടുകളയാം. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുക. 3 ആഗ്രഹങ്ങളാണ് യൂണിവേഴ്സിനോട് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. ഇവിടെ 3 അതിന്റെ പീക്കിലെത്തുന്നത് ഇന്ത്യൻ ടൈം 6:33 മുതൽ 6:47 വരെയാണ്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂണിനെ നിങ്ങൾ കാണുമ്പോൾ 3 ആഗ്രഹങ്ങളാണ് സമർപ്പിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. അതോടൊപ്പം തന്നെ 3 ഗ്ലാസ് വെള്ളം വേണം, അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളമെങ്കിലും കയ്യിൽ പിടിക്കുക. മൂണിനെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളുടെ 3 ആഗ്രഹങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അത് നേടിയെടുത്തതായിട്ട് കരുതുക, സങ്കല്പിക്കുക. എന്നിട്ട് ആ ഒരു എനർജി ഈ വെള്ളത്തിലേക്ക് വന്നതായിട്ട് കരുതുക. ഇത് കുടിക്കുക. പിന്നെ ഒന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അവിടുന്ന് നിങ്ങൾക്ക് മെഡിറ്റേഷനിലേക്ക് ഇരിക്കാം. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെ നിങ്ങൾക്ക് എല്ലാ ദിവസവും എഴുതി വെക്കാം. 21 ടൈംസ് എഴുതി വെക്കാം. എല്ലാ ദിവസവും 3 ആഗ്രഹങ്ങൾ നേടിയെടുത്തു. അതിന് യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. ഈ ഫുൾ മൂൺ അഫർമേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ അടുത്ത ഫുൾ മൂണിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് യൂണിവേഴ്സ് സാധിപ്പിച്ചു തരും, ഉറപ്പാണ്. ഇന്ന് എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വന്നിട്ടില്ല ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചാനലിൽ ഇത് പറയാൻ പറ്റില്ല. എല്ലാവരും അവരുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്കും ഇതാരാണെന്നും പറയാൻ പറ്റില്ല. യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് അത്രയും സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരുപാട് പേർക്ക് നേടിയിട്ടുള്ള കാര്യങ്ങളാണ്. യൂണിവേഴ്സിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് സാധിക്കും. 2026 ഈ ഫുൾ മൂൺ ഇനി നമുക്ക് ദൃശ്യമാകുന്നത്, ഇതുപോലൊരു ഫുൾ മൂൺ ദൃശ്യമാകുന്നത് 2029 ഓക്കെ. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലൈമറ്റിന്റെ നമുക്കറിയാലോ ചേഞ്ച് വരുന്നത് കാരണം എങ്ങനെയാണ് വിസിബിൾ ആവാന്നറിയില്ല. എപ്പോൾ കാണാൻ പറ്റുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുക. സാധിക്കുന്ന ഉറപ്പ് തന്നെയാണ്. എനിക്കെൻ്റെ ജീവിതത്തിൽ ഞാൻ അഫർമേഷൻ ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിംസ് പറയുന്ന കാര്യം അത്രയും സത്യസന്ധമായിട്ട് തന്നെയാണ്. എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ, പ്രപഞ്ചത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്കാണ് കാര്യം നേടിയെടുക്കേണ്ടത്. ഒരു ഗൈഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാണ്. ഇന്ന് റീഡിങ് വളരെ നേരത്തെ തന്നെയാണ് ഇടുന്നത്. പ്രാർത്ഥിക്കുക. ഈ റീഡിങ് നിർത്തുകയാണ്. റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പർ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.